അസ്സലാമു അലൈക്കും. നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്ത് നിന്ന് കരുളായിലേക്ക് വരുമ്പോൾ അതിമനോഹരമായ 12 സെന്റിൽ ഒരു സൂപ്പർ വീട്. ആകെ 2 മാസം ഉള്ളൂ പഴക്കമുള്ളൂ. നല്ല അടിപൊളി വീട്. വണ്ടി വാഹനങ്ങളൊക്കെ ഈ വീട്ടിലേക്ക് എത്തും. ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ 300 മീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം. ഹോസ്പിറ്റൽ തൊട്ടടുത്ത്, സ്കൂൾ തൊട്ട് ഏകദേശം ഒരു 500 മീറ്ററിലെ സ്കൂളിലേക്ക്, പിന്നെ പള്ളി, ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വീട്. ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് വരുന്ന വയ്യപ്പോയി കാണുന്നത്. ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ കിണർ ഇതാ തൊട്ടടുത്ത്, ഒമ്പോ വെച്ച് വാർത്ത റിങ്. പിന്നെ ആകെ 2 മാസമായിട്ടുള്ളൂ പുതിയ പുതുപുത്ത വീട്. വീടിന്റെ മോഡലൊന്ന് നോക്കി, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. എന്താ മോഡൽ! അടിഭാഗത്ത് ചെടികളൊക്കെ വെച്ച് നല്ല ഒരു സ്പേസ് കൊടുത്ത് നമുക്ക് അടിപൊളി മോഡൽ വീടാണ്. വീടിൻ്റെ വണ്ടി ഒരു 4 വണ്ടികളൊക്കെ കയറ്റി നിർത്താനുള്ള ഒരു ഫ്രണ്ട് ഭാഗം നല്ല വിശാലമായ നല്ല സൗകര്യമുണ്ട്. പിന്നെ മുകൾ ഭാഗത്തേക്ക് കള്ളി ഡിസൈൻ മോഡൽ വെച്ച് കണ്ട് ചെടി കണ്ടില്ലേ, നല്ല മോഡലാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 12 സെന്റിൽ 1850 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഇപ്പം കാണിച്ചിരുന്നത്. നമ്മുടെ കരുളായി ടൗണിലാണ് ഇപ്പം നിൽക്കുന്നത്. അതും ബസ് റൂട്ട് റോഡിൽ നിന്നും 300 മീറ്ററുള്ളൂ ഇതിലേക്കുള്ള വൈദൂരം. ഞാൻ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്. സിറ്റ് ഔട്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും സ്പേസ് ഉണ്ട്. CCTV വെച്ചിട്ടുണ്ട്. ആര് വരുന്നതും നമുക്കൊക്കെ എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട്. നല്ലൊരു സൗകര്യമുള്ളൊരു വീടാണ്. വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ കാണിച്ചു തരാം. ജനാലുകളൊക്കെ ഫുള്ള് തടിയിലൂടെയാണ് ജനാലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല കാണാൻ തന്നെ നല്ല ഒരു കംപ്ലൈൻറ്റ്, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല വിശാലമായ നല്ല വീതി വലുപ്പമുള്ള കട്ടിയാണ് കേട്ടോ. സാറാണ് ഡോറ് പ്രത്യേകത ഡിസൈൻ മോഡൽ വരുന്നത്. ഒരു ഡോർ നിങ്ങൾക്ക് കാണാം. നല്ല അടിപൊളി മോഡലാണ് ഇതിൻ്റെ ഡോറ് വരുന്നത്. ഇത് നേരെ ഉൾഭാഗത്തേക്ക് ലിവിങ് ഹാളിലേക്കാണ് കയറിയപ്പോൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ, സ്പേസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അടിഭാഗത്ത് എങ്ങനെ 2.4 അല്ലേ, 2.4 നല്ല മാർബോണൈറ്റാണ് അടിഭാഗത്ത് ഇട്ടിട്ടുള്ളത്. മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കി, നല്ല ഹൈറ്റാണ് വീട്. നല്ല ഹൈറ്റിലാണ് വീട് ഉള്ള വർക്ക് ചെയ്തിട്ടുള്ളത്. ആളുകൾക്ക് ലിവിങ് ഹാളിൽ വന്നിരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്ക് ഫുൾ ഇൻഡസ്ട്രി വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്റ്റെപ്പിൻ്റെ കളർ ബ്ലാക്ക് ഡിസൈനാണ് മോഡൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കോമൺ ബാത്റൂമിൻ്റെ അടിയിലാണ് ഇൻവെർട്ടർ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേമാതിരി അവിടുന്ന് ആരാ വരുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ കണ്ടോളി. ആ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടോളികൾ. അത് അവിടുന്ന് ഇറങ്ങി വരുന്നതും എല്ലാ ഭാഗവും നമുക്ക് ഇങ്ങോട്ട് കാണാൻ കഴിയും. പിന്നെ അതേമാതിരി കോമൺ ബാത്റൂം, വിശാലമായ ബാത്റൂം, ഫുൾ വാട്ടർ ഓഫ് ചെയ്ത് മുകൾ ഭാഗം വരെ ടൈലിട്ട് നല്ല കമ്പനി ക്ലോസറ്റ്. വിൽക്കാനുള്ള വീടല്ല കേട്ടോ, ഓരോ സാഹചര്യം കൊണ്ടാണ് വീട് വിറ്റ് പോകുന്നത്. നോക്കണം നിങ്ങൾ. ഒരേ ഡോറുകൾ ഡിസൈൻ മോഡലാണ് ഡോറ് വരുന്നത്. നമ്മൾ വിൽപ്പനക്ക് കയറ്റിയ വീടല്ല. അതാണ് നിങ്ങളോട് ഇത് പ്രത്യേകതയായിട്ട് പറയാൻ കാരണം. അത്ര മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് വീടിൻ്റെ വർക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റത്തെ റൂം. റൂമിലേക്കാണ് കയറിയപ്പോൾ അത്യാവശ്യം നല്ല വിശാലമായ നല്ല സൗകര്യം ഉള്ളത് റൂം. എല്ലാ ഭാഗത്തും ഒരേ മാതിരിയാണ് അടിവർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അലമാര നമുക്ക് വലിപ്പ് മോഡൽ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഇതിൽ അതിലേക്ക് ഉള്ളിലേക്ക് തള്ളൽ കൊടുത്തിട്ടാണ് ഇതിൻ്റെ അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത്. വർക്കും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിട്ട് നമുക്ക് വലിപ്പ് മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഡോറൊക്കെ നല്ല ക്വാളിറ്റി വരുന്ന നല്ല ഡോറാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റ് റൂം കണ്ടു. അപ്പോൾ ലിവിങ് ഹാളിൽ നിന്ന് നേരെ ഡൈനിങ് ഹാൾ, ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ കണ്ടില്ലേ. വിശാലമായ നല്ല ആളുകൾക്ക് വന്ന് ഇരിക്കാനുള്ള നല്ല സ്പേസ്. അതേമാതിരി നമുക്ക് ഈ സ്റ്റൂൾ ഇട്ട് കഴിഞ്ഞാലും കസാര കെട്ട് കഴിഞ്ഞാലും നമുക്കൊരു സ്പേസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് പോകാനും. പിന്നെ നമുക്ക് കൈ കഴുകാനുള്ള വാഷ് സ്പേസ് ഇതാക്കുന്ന ഡിസൈൻ മോഡൽ, നല്ല അടിപൊളി മോഡലായിട്ട് ഡിസൈൻ കൊടുത്തിട്ട് നല്ല മിറർ കൈ കഴുകുന്നത് വെച്ചിട്ടുണ്ട്. പിന്നെ വീട് ഒരു കാണാൻ തന്നെ നല്ല ഒരു വൗഷുള്ള ഒരു ചുറുക്കുള്ള ഗ്ലാമറുള്ള ഒക്കെ വീട് നമ്മൾ പറയുമല്ലോ, നല്ല വീടാണ്. ഈ വീടിൻ്റെ 2ാം റൂമിലേക്കാണ് ഞാൻ പോകുന്നത്. 2ാം റൂമിലേക്കും പോകുമ്പോൾ അതിന് വിശാലമായ നല്ല വലുപ്പമുണ്ട്. അതൊക്കെ പറ്റ ചെറിയ റൂമല്ല, നല്ല സൗകര്യമുണ്ട്. അതേമാതിരി അലമാര എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തടിയാണോ? തടിയല്ല കേട്ടോ, ഫുൾ സാധാ സിമെൻറ്റ് കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് ഉഷാറാക്കിയ റാക്കുകളാണ്. കണ്ടു കഴിഞ്ഞാൽ റാക്ക് ഉള്ളിലേക്ക് തടികൾ കൊണ്ടാണെന്ന് തോന്നും. അല്ല, ഉഷാറായിട്ട് മോഡൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിപ്പ് മോഡൽ കൊടുത്താൽ മതി. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. വാ, ഏതാണ് നല്ല വിശാലമായ നല്ല ബാത്റൂമിൻ്റെ ടൈല് ഡിസൈൻ മോഡലല്ല. അടിഭാഗത്ത് നല്ല ക്രിപ്പ്, മുകൾ ഭാഗം വരെ ടൈലിട്ടിട്ട്. പിന്നെ അതേമാതിരി
കമ്പനി ക്ലോസറ്റാണ്, അതായത് ഫുൾ ബോഡി അല്ലേ, ഫുൾ ബോഡിയാണ് ക്ലോസറ്റ് കൊടുത്തിട്ടുള്ളത്. ടാപ്പുകളും എല്ലാം ശ്രദ്ധിച്ചോളിട്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളും എടുത്തിട്ട്. അങ്ങനെ നിങ്ങൾക്ക് 2 റൂം ഞാൻ കാണിച്ചെന്ന്, പിന്നെ ലിവിങ് ഹാളും കാണിച്ചെന്ന്. പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് നല്ല സ്ത്രീകൾക്ക് 3-4 ആൾക്കാർക്ക് നിന്നാലും സ്പേസും കാര്യങ്ങളും നല്ല സൗകര്യമുണ്ട്. ആലുവ അടുപ്പ്, പുകയില്ലാത്ത അടുപ്പ് ഇതിന്മേൽ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കട്ട കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. മുകൾ ഭാഗം വരെ അതിന് കാവാകം വരെ ടൈലിട്ടിട്ട് നല്ല വൃത്തിയാക്കി നമുക്ക് വലിപ്പ് മോഡലൊക്കെ റാക്കുകൾ കൊടുക്കണേ നമ്മൾക്ക് കൊടുക്കാം. ഡിസൈൻ മോഡലൊക്കെ റാക്കുകൾ കൊടുക്കുക. അടുക്കളയിലേക്ക് വന്നപ്പോൾ ഡിസൈനിൻ്റെ, അതായത് ടൈലിൻ്റെ അടിവടക്ക് വ്യത്യാസം വന്നു അല്ലേ, നല്ലൊരു പ്രത്യേകത വന്നില്ലേ. അത് 2-4 ഉണ്ട്, പക്ഷേ നല്ല ക്രിപ്പ് ഉണ്ട്. എണ്ണതായി കഴിഞ്ഞാലും പെട്ടെന്ന് തെന്നാത്ത രൂപത്തിൽ ടൈലിട്ടിട്ടുണ്ട്. ഇതിന് മുകൾ ഭാഗം വരെ ഇതിൻ്റെ അടിയിൽ കൂടെ ഫുൾ ടൈല് വൃത്തിയാക്കി നല്ല അടിപൊളി നമുക്ക് റാക്കുകൾ വലിപ്പം മുടങ്ങി. ഇങ്ങോട്ട് പുറത്തോട്ട് അത് വർക്കര ഈ വീടിൻ്റെ സ്പേസിനനുസരിച്ചുള്ള വർക്കരയും അതേമാതിരി എല്ലാം ഒന്ന് വിശാലമാക്കി കൊടുത്തു. നോക്കി ആ വോൾ കയറിയപ്പോൾ, അതായത് വർക്കരയിൽ വന്നപ്പോൾ സീറ്റാണ് പുറത്തോട്ട്. ഇതിൻ്റെ ചുമര് പുറത്തോട്ടുള്ള നമ്മളെ അതിരിനെ കണക്കാക്കി പാത്തിയിട്ട് വെള്ളം ചാടുന്ന രൂപത്തിൽ അങ്ങോട്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് വെള്ളം ചാടുന്ന രൂപത്തിൽ വീട് നല്ല വർക്ക് ചെയ്ത് നല്ല ഉഷാറാക്കി ചുമര് അവിടെ കൊടുത്തു. പിന്നെ അതേമാതിരി അതിൻ്റെ ഇതന്നെ മുകൾ ഭാഗത്തിലെ ഇതന്നെയാണ്. ഇതിങ്ങനെ ഫുൾ കോൺക്രീറ്റ് ചെയ്ത് പുറത്തോട്ട് നമുക്ക് സ്പേസ് ഉണ്ട്. പുറത്തൊരു ബാത്റൂം ഉണ്ട്, ഇതാ കാണും. നല്ല വിശാലമായ നല്ലൊരു ബാത്റൂം, പുറത്ത് ബാത്റൂം ഉണ്ട്. അതേമാതിരി മുകൾ ഭാഗം വരെ ടൈലിട്ട് സാധാ ക്ലോസറ്റാണ്. എല്ലാം ഇതിലെ പൈപ്പും കാര്യങ്ങളൊക്കെ ഫുള്ള് അതിൻ്റെ സെറ്റിൽ. ബാക്ക് ഭാഗത്തോട്ട് വന്നപ്പോൾ അലക്കുന്ന നമുക്ക് പാത്രം കഴുകാനും അതിനൊക്കെ ഒരു ചെറിയൊരു കൊട്ടത്തളം മാതിരി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പുറമൊന്നൊരു സാധനം മേടിക്കാതെ എന്തെങ്കിലും പയറോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുഴിച്ചിട്ട് പച്ചക്കറിയൊക്കെ ചെയ്യാനൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ ചെടി വെക്കാനുള്ള നല്ല രസമുണ്ടാവും. വീടിൻ്റെ ബാക്ക് ഭാഗത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ, ഒരു ഭാഗത്ത് തേക്കാനോ ഒന്നുമില്ല, എല്ലാ ഭാഗം തേച്ച് വൃത്തിയാക്കി. അതും വീടിൻ്റെ സൈഡ് ഭാഗത്തേക്ക് ചുമരിലേക്ക് വെള്ളം തെറിച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡ് ഭാഗം കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട്. നമുക്ക് കൃഷി സെപ്പറേറ്റ് ആയിട്ട് കവുങ്ങുക ഇനി 2-3 കൊല്ലം കഴിഞ്ഞാൽ കവുങ്ങുമ്പോൾ നമുക്ക് അടക്കെടുക്കാനുള്ള രൂപത്തിലുമാക്കി. നല്ല ഗ്രില്ല്, അതായത് നമുക്കൊരു ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രില്ല് ഫുൾ സെറ്റായിട്ട് അത് വർക്കരി ഭാഗത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്കാണെന്ന് പോകാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഇതിനെ കയറുമ്പോൾ തന്നെ കാണാം ഫ്രിഡ്ജ് സ്പേസും കാര്യങ്ങളും കൊടുത്ത്. ഞാൻ മുകളിലേക്കൊന്ന് കാണിച്ചാൽ നിങ്ങൾക്ക്. ഇനി മുകൾ ഭാഗത്തോട്ടാണ് പോകുന്നത്. മുകൾ ഭാഗത്തോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സ്പേസും കാര്യങ്ങളും. മുകൾ ഭാഗത്തേക്ക് കയറിയപ്പോൾ ഹാളുകൾ വലുപ്പമുണ്ടോ എന്ന് നോക്കും. നല്ല വിശാലമായ നല്ല ഹാളാണ്. പിന്നെ നമുക്ക് ഒരു സോഫ ഇടാനൊക്കെ സ്പേസും കാര്യങ്ങളുണ്ട്. അതേമാതിരി നമുക്ക് ലൈറ്റ് ഏത് സമയത്തും ഇതിനുള്ളിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ജനാലും വെച്ചിട്ടുണ്ട്. പിന്നെ ഫർവോളം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡിസൈൻ മോഡൽ വരുന്ന. പിന്നെ കാണാം ഹാളിൽ തന്നെ ഒരു ബാത്റൂം, കോമൺ ബാത്റൂം ഹാളിലുണ്ട്. നോക്കിക്കളെ എന്താ സൗകര്യം. ഇതാണ് മുകളിൽ ഒരു കോമൺ ബാത്റൂം കണ്ട്. താഴെ എത്ര റൂം കണ്ട്? നമ്മൾ 2 റൂം കണ്ട്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ സ്റ്റെയറിൻ്റെ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റത്തെ റൂം കാണാം. അതൊക്കെ കൊടുത്ത് എല്ലായിടത്തും സെറ്റായിട്ട് നല്ല സൗകര്യമായിട്ടുണ്ട്. നല്ല വിശാലത, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. നോക്കി സർഫുദ്ദീൻ ഞാൻ നിൽക്കുന്നത് എത്ര അകൽച്ചാണ്. അത്ര നല്ല വിശാലമായ നല്ല റൂം. എല്ലായിടത്തും അലമാരൻ്റെ സെറ്റ് ചെയ്തത് ഉള്ളിലേക്ക് നല്ല സ്പേസ് കൊടുത്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അലമാര സ്പേസ് കൊടുത്തിട്ടാണ് വൃത്താളാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 റൂം കണ്ട് 4ാമത്തെ റൂമിലേക്കാണ് കയറുന്നത്. 4ാമത്തെ റൂമിലേക്ക് കയറിയപ്പോൾ 4ാമത്തെ റൂം എല്ലാ ഭാഗത്തും ഒരേ മാതിരിയായിട്ടാണ്. മുകളിൽ കയറിയപ്പോഴും എല്ലാ ടൈല് വ്യത്യാസമല്ല, ഗ്രാനൈറ്റ് എല്ലാം ഒരേ മോഡലാണ്. അതും അലമാര നോക്കിങ്ങൾ. ഇത് നല്ല സെറ്റായിട്ടോ. ചില വീടുകളൊക്കെ പ്ലെയിൻ ആക്കിയിട്ടാണ് കൊടുക്കുക. ഇത് നല്ലൊരു സെറ്റായി. കാരണം ഇതിമൊരു വലിപ്പ് അത് ഡോറ് വെച്ച് കൊടുത്താൽ മതി. ഇതിമ ചാനൽ ഇത് വെച്ചിട്ട് അതിന്മേക്ക് ഡോർ ഫിറ്റ് ചെയ്താൽ വീരാൻകുട്ടി കുറച്ച് കുറഞ്ഞ് കിട്ടും. അത് ഫുൾ കവറിങ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ വർക്ക്. ഇനി ഇപ്പം നമുക്ക് പുറത്തോട്ട് ഇത് റൂം തിരിച്ചിട്ടില്ല. റൂം തിരിക്കണമെങ്കിൽ തിരിക്കുക. ഇത് നമുക്ക് ഫുള്ള് ഒരു ഓപ്പൺ ടെറസ് ഇതാക്കണം. എന്തെങ്കിലുമൊക്കെ നമുക്ക് അലക്കിടാനോ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തൊരു ഉണക്കിടാനൊക്കെ ഒരു സ്പേസ് വേണമല്ലോ. നോക്കിക്കോളി. പുറം ഭാഗത്തേക്കൊക്കെ ശ്രദ്ധിച്ചോളിട്ടോ. ഒരു ചുമരിനൊരു വിള്ളലോ കംപ്ലൈൻറ്റോ പുറത്ത് ഒരു ഇതൊന്നുമില്ല. അത് നല്ല അടിപൊളി സ്പെയിലിന് നല്ല അടിപൊളി സ്ഥലമാണ്. നോക്കിയാൽ പുറം ഭാഗത്തേക്ക് ഒന്ന് കാഴ്ചയിലൊന്ന് കണ്ടോളിങ്ങൾ. കണ്ടോക്കി
നല്ല അടിപൊളിയാണ് വീട്. വീട് നിങ്ങൾ കാഴ്ചയിൽ വീട് ഇങ്ങനെ മുകൾ ഭാഗത്ത് കൂടെ വഴി ഇങ്ങനെ ഒക്കെ ഓരോ മുകളിൽ ഇതാക്കുന്നത്. മുകളിലത്തെ സ്ഥലം നമ്മൾ തിരിക്കാട്ടോ. ഈ കൗണ്ടർ കട്ടിങ് അല്ല, മുകൾ കട്ടിങ് ആണ് അതിന്റെ നമ്മളിതിലേക്ക് വരുന്നത്. അങ്ങനെ 12 സെന്റ് സ്ഥലം കര ഭൂമിയാണ്. നിങ്ങൾക്ക് കാണാൻ കണക്ക് മത്തമ്പള്ളി കുമ്പളങ്ങമ്പള്ളി എല്ലാ വള്ളിയുണ്ട്. പിന്നെ ഇതിനകത്ത് പുറത്തോട്ട് സ്പേസ്. ഇനി നേരെ നമുക്ക് അങ്ങനെ നമ്മൾ പുറത്ത് സിറ്റ് ഔട്ടിലേക്ക് കയറി. സിറ്റ് ഔട്ട് മുകൾ ഭാഗത്ത് സിറ്റ് ഔട്ടിൽ വന്ന് നിന്നാൽ നേരെ നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക്. അങ്ങോട്ട് നോക്കിങ്ങള് നമ്മളെ പോയത്തെ കല്ലുണ്ടാവും. അവിടെ നമുക്ക് നമ്മൾ ചെടികളോ ഡിസൈൻ മോഡൽ കൊടുക്കണേ. തൊട്ടപ്പുറത്ത് അങ്ങനെ നമ്മൾ ഒരു കുണ്ട് കുത്തിയാൽ തെങ്ങ്, അവിടെ തൊട്ടപ്പുറത്ത് നമ്മൾ പൈപ്പ് അങ്ങനെ വീടിന് തലക്ക് ആക്കുന്ന ഒരു പൈപ്പ്, നമുക്ക് കൈയും കാലൊക്കെ കേൾക്കാനും നമുക്ക് ചെടികളൊക്കെ നനക്കാനും പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് നേരെ സിറ്റ് ഔട്ടിൽ നല്ല സ്പേസ്, ആളുകൾ കുട്ടികൾക്കൊക്കെ വന്നിരിക്കാൻ നല്ലൊരു വൈബാട്ടോ. പുറം ഭാഗത്തൊക്കെ വീടുകളൊക്കെ ഒന്ന് നോക്കിക്കോളി. പിന്നെ അതേമാതിരി പുറത്തോട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിടക്കണം. ഇൻഡസ്ട്രി വർക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെയും വന്ന് ഇങ്ങനെ ഇരിക്കാം. ഇതിൻ്റെ വില താഴെ നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇതിൻ്റെ 2 വഴി വരുന്നുണ്ട്. ഒന്ന് മുകൾ ഭാഗത്ത് നമുക്ക് മെയിൻ വണ്ടികൾ പോകാനുള്ള വഴി, പിന്നെ താഴോട്ട് പെട്ടെന്ന് അങ്ങാടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് റെക്കാർഡിലുണ്ട്. അത് നമുക്കൊരു 2-3 അടി വഴി, പെട്ടെന്ന് 4 അടി വഴി നമുക്ക് അങ്ങാടിയിലേക്ക് പെട്ടെന്ന് എത്താൻ 2 വഴി ഇതിൽ വരുന്നുണ്ട്. ഒന്ന് മെയിൻ വണ്ടി പോകാനുള്ള റോഡ്, ഒന്ന് നമുക്ക് നടക്കണ നടവഴി ആയിട്ടുള്ള 2 വഴിയാണ് ഇതിൽ വരുന്നത്. അങ്ങനെ നമ്മൾ ഈ 12 സെന്റ് സ്ഥലം 1850 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീട് ചോദിക്കുന്നത് എത്ര? നിങ്ങൾ ആകെ 2 മാസമായിട്ടുള്ളൂ കേട്ടോ ഈ വീട് കയറ്റിയിട്ട്. ഈ വീടിന് ഞങ്ങൾ ചോദിക്കുന്നത് 65 ലക്ഷം രൂപ. കരുളായി അങ്ങാടിയിലാട്ടോ, ഹോസ്പിറ്റൽ തൊട്ടടുത്ത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന 65 ലക്ഷം രൂപ. പിന്നെ കച്ചവടമല്ല, ചെറിയൊരു ഇത് കേട്ടോ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തെടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു.